ആ ഹലോ. അതെ, ആ മിനിസ്റ്റർക്ക് ഇന്നൊരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. ആ നാളെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. എന്തു പറയുന്നു? ഓക്കെ. അമ്മാവ. ആരാ? പൊതുവാളാണോ? അതെ. വർമ്മ സാറേ, ചെക്കപ്പിന് വന്നതായിരിക്കും അല്ലേ? അതെ. ആ ഒന്ന് ഉഷാറായല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫീലിംഗ് ബെറ്റർ ഡോക്ടർ. ഗുഡ്. സിസ്റ്റർ, ഇവരുടെ ഫോർമാലിറ്റീസ് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഞാനൊന്ന് വർമ്മ സാറിന്റെ കൂടെ കാർഡിയോളജി വരെ പോയിട്ട് വരാം. ശരി ഡോക്ടർ. സോറി. അമ്മേ, അമ്മേ എന്താ അമ്മേ? എന്താ പറ്റിയ അമ്മേ? അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയേ? അത് ആ വീൽ ചെയറിൽ പോയത് ആരാന്നറിയോ നിനക്ക്? ഇല്ല. ആരാ അമ്മേ അത്? അതാണ് നിന്റെ അമ്മാവന്റെ ഭാര്യ, ഋതികയുടെ അമ്മ പത്മാവതി. അവളെ ഇങ്ങനെ വീൽ ചെയറിൽ ഇരുന്ന് കാണാനല്ല, കൊന്നു കളയാനാ ഞാൻ കൊട്ടേഷൻ കൊടുത്തത്. എത്ര ചതിച്ചിട്ടും ചാകാതെ അവളുടെ ജീവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതേ, അത് നമുക്ക് ആപത്താണ്. പറയാമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ചെല്ല്. പത്മാവതിയെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കി അവളുടെ ആരോഗ്യനില എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് വേണ്ടത് ചെയ്. നമുക്കൊരു വെല്ലുവിളിയായി, നമ്മുടെ വഴിയിൽ പുതിയ തടസ്സമായി അവൾ ഈ ഭൂമിയിൽ വേണ്ട. മനസ്സിലായോ? മനസ്സിലായമ്മേ. ചെല്ലേ. എന്താ മോളെ, എന്തു പറ്റി? എന്താ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? അച്ഛന്റെ കാര്യം ആലോചിച്ചോണ്ടിരുന്നത് ആരാധമ്മേ. മോള് വിഷമിക്കൊന്നും വേണ്ട, അച്ഛനൊന്നും സംഭവിക്കില്ലെന്നേ. ഇങ്ങനെയുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോ മനസ്സിന് വലിയ കട്ടിയില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു വരും. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ ഈശ്വരാനുഗ്രഹ. മോളതൊന്നും ആലോചിക്കണ്ട. ആലോചിച്ചിരുന്നാലേ വിഷമം കൂടത്തേ ഉള്ളൂ. ജേട്ടൻ പറഞ്ഞതുപോലെ ഒന്ന് സോപ്പിട്ട് നോക്കിയാലോ? ഏയ് ശരിയാവില്ല. അവളെ സോപ്പിട്ട് നല്ലോണം പതപ്പിച്ചിട്ടും അവള് സ്വർണ്ണമൊന്നും തന്നില്ലെങ്കിലോ? അഥവാ തന്നാ തന്നെ മാക്സിമം 1-2 പവൻ തരും. അതുകൊണ്ട് എന്താവാനാ? അല്ല, ഞാനാണെങ്കിൽ കൊടുക്കൂ? 1 പവൻ പോയിട്ട് 1 ഗ്രാം പോലും കൊടുക്കില്ല. അപ്പൊ ഇനി നോർമൽ ട്രാക്കിൽ തന്നെ പിടിക്കാം. അതാ നല്ലത്. അതാവുമ്പോ സപ്പോർട്ടിന് രമ്യുണ്ടാവും. രുക്മിണിയമ്മ സ്ത്രീധനം എല്ലാം ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞതുവാ. ഒന്നേ ഇടിച്ച് താഴ്ത്തി വെക്കാം.
അതിന് അവന്റെ ജോലിയൊക്കെ പോയില്ലേ? അവനിപ്പോ എന്ത് വരുമാനം ഉള്ളത്? ജോലി ഉണ്ടായിരുന്നപ്പോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നതാ. ഇപ്പൊ കറിവേപ്പിലേക്ക് തുല്യമായി. നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനി റോഡിലിറങ്ങി പിച്ച എടുക്കേണ്ടി വരും. അത്രയ്ക്ക് ഗതികേടിലായില്ലേ നമ്മള്? പ്രിയേ, എന്തൊക്കെയായി പറയുന്നത്? മോൾ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? ആരിരുന്നാലും പറയാനുള്ളത് ഞാൻ പറയും. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അമ്മ പറ. ഈ കുടുംബത്തിൽ ആകെ ഉണ്ടായിരുന്ന വരുമാനമല്ലേ നിന്നത്? അങ്ങനെ നിൽക്കൊന്നുമില്ല. അവനെ ജോലി അന്വേഷിക്കുന്നുണ്ട്. എന്ത് ജോലി കിട്ടുമേ? എടുപിടിയുന്ന കിട്ടുന്നതാണോ ഈ ജോലി? ഇനി അഥവാ കിട്ടിയാ തന്നെ 1 മാസം കഴിയണ്ടേ ശമ്പളം കിട്ടാൻ? അതുവരെ എന്ത് ചെയ്യും? ജീവിക്കണ്ടേ നമുക്കെല്ലാം? പ്രിയേ, മതി, നിർത്തിക്കേ. നിനക്ക് 2000 രൂപയല്ലേ വേണ്ടത്? അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. എവിടുന്ന് ഒപ്പിക്കും അമ്മേ? ഇങ്ങനെ കടം മേടിച്ച് ജീവിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒരു നല്ല ഓഫർ വന്നതല്ലായിരുന്നോ? അത് തട്ടിത്തെറിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്ത് നല്ല ഓഫറുകളാ ആ രമ്യയുടെ അച്ഛനും അമ്മയും മുന്നോട്ട് വെച്ച് നീട്ടിയത്. അവരെയെല്ലാം വെറുപ്പിച്ചില്ലേ? ഇനി അവർ ഈ പരിസരത്തോട്ട് തിരിഞ്ഞു നോക്കൂ. ആ രമ്യ നമ്മളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വരുന്നുണ്ടെങ്കിലും അവള് വന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അവളുടെ സ്ഥാനം ഇവിടെ വേറൊരാള് കൈയടക്കി കഴിഞ്ഞില്ലേ? അത് കാരണം സ്ത്രീയുടെ ജീവിതവും പോയി, എന്റെ ജീവിതവും പോയി. എനിക്ക് കിട്ടാനുള്ള സ്ത്രീധന തുക അവര് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞതല്ലേ? ഇനി അവരത് തരുമോ? ഇല്ലല്ലോ. ഞാൻ എന്തുമാത്രം പ്രതീക്ഷിച്ചതായിരുന്നെന്നറിയോ? ആ സ്ത്രീധനം സെറ്റ് ആയിരുന്നെങ്കിൽ എനിക്കും എന്റെ മോൾക്കും ജയേട്ടന്റെ വീട്ടിൽ പോയി താമസിക്കായിരുന്നല്ലോ. എല്ലാ പ്രതീക്ഷയും തകർന്നു. ഋതികെ, വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഈ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയാ ഞാൻ പറഞ്ഞേ. അത് നീ കരഞ്ഞു കാണിച്ചാ മാറില്ല. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഓരോന്നങ്ങ് ചെയ്യും. മുന്നും നോക്കില്ല, പിന്നും നോക്കില്ല. ആ ചെയ്യുന്നതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതേ കുടുംബത്തിലെ ബാക്കിയുള്ള ആൾക്കാരാ. അവര് പട്ടിണി കിടന്നാലും ചത്താലും നിങ്ങൾക്കൊന്നും ഒന്നുമില്ലല്ലോ. ഇനി എന്തൊക്കെയാ അനുഭവിക്കാൻ കിടക്കുന്നത്? എന്റെ ദൈവമേ. മോളെ, കരയാതെ. അവൾ എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് മോൾ ഇങ്ങനെ കരയാമോ? അതൊന്നും മോള് മനസ്സിൽ വെക്കണ്ട. അല്ല രാധമ്മ, പ്രിയച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. പറഞ്ഞ ഓരോ വാക്കുകളും സത്യസന്ധമാണ്. എന്നാലും ഞാൻ ഇവിടെയും വെറുക്കപ്പെട്ടവളാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സിസ്റ്റർ, എന്താ? കുറച്ചു മുമ്പ് സിസ്റ്റർ ഒരു പേഷ്യന്റിനെ വീൽ ചെയറിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ? അവരുടെ പേര് പത്മാവതി എന്നാണോ? അതെ. അവരെ അറിയോ? പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ല. എന്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് അവരെ അറിയാമെന്നും അവർക്ക് എന്ത് സംഭവിച്ചതാണെന്നും തിരക്കി വരാൻ. അതൊരു ആക്സിഡന്റ് കേസായിരുന്നു. ഒരു പെൺകുട്ടിയാ ഇവിടെ എത്തിച്ചത്. അവരുടെ തലക്കേറ്റ പരിക്കൽപ്പം ഗുരുതരമായിരുന്നു. ബട്ട് നൗ ഷീസ് ഫൈൻ. വേണ്ടപ്പെട്ടവരാരും ഇതുവരെ വരാത്തതുകൊണ്ടാ ഞങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തിയത്. ഇന്ന് അവരെ അന്വേഷിച്ച ഒരാൾ വന്നു. അല്പം മുമ്പ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ഡിസ്ചാർജ് ആയോ? ഓക്കെ. അവരുടെ അഡ്രസ് ഉണ്ടോ? അയ്യോ സോറി, അവരുടെ അഡ്രസ് ഫില്ലപ്പ് ചെയ്തില്ല. അവരുടെ കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും? അതും ഇല്ല. താങ്ക് യു. ശരി. അഡ്രസ്സും ഇല്ല, കോണ്ടാക്ട് നമ്പറും ഇല്ല. യൂസ്ലെസ് ഫെലോ. ഉറപ്പായിട്ടും മാഡം. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും ഡബിൾ സാലറി ഇവിടെ. എപ്പോഴാ ഇന്റർവ്യൂ? രാവിലെ തന്നെ പോണം മാഡം. ഈ ജോലി കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ കണക്കൂട്ടലുകളെല്ലാം തെറ്റും. സത്യം പറഞ്ഞ
രാജു ഒരു നല്ല മനസ്സുള്ള ആളാ. അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുതെന്ന് കരുതുന്ന ആള്. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞ? ഞാൻ രാജുവിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ രാജുവിന്റെ ജോലി നഷ്ടപ്പെട്ടു. വരുമാനം നിലച്ചു. ഈ വീട്ടിലെ സന്തോഷം നഷ്ടമായി. ശ്രീയുടെ വിവാഹം മുടങ്ങി. പ്രിയച്ചിക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ കഴിയാതെയായി. ഇതിത്രയും ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്ന പ്രശ്നങ്ങളാ. കാണാത്തത് ഇനിയും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന രാജു ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാനോ ഞാൻ കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. എനിക്കറിയാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്റെ ഒരാളുടെ ഒരു തീരുമാനം മാത്രമാണ് കാരണമെന്ന്. മാഡം അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഈ വീട്ടിൽ ഇതിനു മുൻപും ഇതേപോലെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസാ. എന്റെ ജീവിതത്തില് ഏകദേശം എക്കാലത്തും ഇതുപോലുള്ള വെല്ലുവിളികൾ തന്നെയാ. അത് ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഒരിക്കലും ഒരു അവസാനം ഉണ്ടാവില്ല. ആ മാഡം, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. രാവിലെ പ്രിയച്ചി മാഡത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു അല്ലേ? ഏയ്, കുറ്റപ്പെടുത്തി സംസാരിച്ചതൊന്നും അല്ലത്. പ്രിയച്ചിയുടെ വിഷമങ്ങൾ പറഞ്ഞതാ, അത്രയുള്ളൂ. മനസ്സിലായി. അമ്മയെല്ലാം പറഞ്ഞിരുന്നു എന്നോട്. പ്രിയച്ചി അങ്ങനെയൊക്കെ സംസാരിച്ചതിന് മാഡം ക്ഷമിക്കണം. പ്രിയച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. സോറി മാഡം. അയ്യോ, രാജു എന്തിനാ സോറിയൊക്കെ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം എന്റെ ഒരാളുടെ തീരുമാനത്തിന്റെ ഫലമാണ്. അപ്പോ ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? മാഡം ക്ഷമയൊന്നും ചോദിക്കണ്ട. ശരി, രാജുവിന്റെ തണല്ല ഞാനിപ്പോ, അല്ലേ? അച്ഛന്റെയും അമ്മയുടെയും പ്രിയച്ചിയുടെയും ശ്രീയുടെയും ഐഷുവിന്റെ ഒക്കെ കൂടെ ഇപ്പോ ഞാനും. മാഡം, ഞാനേ ഇപ്പൊ ആരുടെ തണലിൽ പോയി നിൽക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. രാജു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാജുവിന്റെ തണല എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസം. വല്ലാത്തൊരു കംഫർട്ട് ഫീൽ ചെയ്യും രാജുവിന്റെ കരുതലെന്ന ആ തണലിൽ നിൽക്കുമ്പോ. ഓരോ പ്രതിസന്ധികളെയും പിഴുതെറിയാനുള്ള ഊർജം കിട്ടും ആ തണലിൽ നിൽക്കുമ്പോ. രാജു ഒന്നും പറയണ്ട. രാജുവിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. നല്ല ദിവസങ്ങൾ വരും ജീവിതത്തിലേക്ക്. ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നത് രാജുവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും. നോക്കാം. എന്നാ കിടന്നാലോ? എന്നാ ഞാൻ പോയി പായ എടുത്തിട്ട് വരാം. എനിക്കറിയില്ല രാജു, എത്ര നാൾ സത്യം മറച്ചുവെച്ച് രാജുവിനൊപ്പം ഉണ്ടാകാൻ കഴിയുമെന്ന്. പക്ഷെ രാജുവിന്റെ കൂടെ ഞാൻ എത്ര നാൾ ഉണ്ടാകുമോ അത്രയും നാൾ ഞാൻ സുരക്ഷിതയായിരിക്കും. അതെനിക്കുറപ്പാ. ഇറങ്ങാൻ. എന്താ സർ? എങ്ങോട്ടാ? ഒരു ഇന്റർവ്യൂ ഉണ്ട് സർ, അത് അറ്റൻഡ് ചെയ്യാൻ പോവാ. ഒരു പ്രശ്നമുണ്ടല്ലോ രാജു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ സ്റ്റേഷനിലോട്ട് വാ. എന്താ സർ കാര്യം? എല്ലാം അറിഞ്ഞാലേ സാർ എഴുന്നള്ളത്തുള്ളോ? പിടിച്ച് കേട്ടോ. നിക്ക്. അറസ്റ്റാണോ? ആണെങ്കിൽ വാറന്റ് ഉണ്ടോ? വാറന്റ് അല്ലേ? ഇതാണ് നിന്റെ വാറന്റ്. പിടിച്ച് കേട്ടവനെ. എന്താ കാര്യം? സർ പ്ലീസ് സർ, എന്റെ ഫയല് സർ.
പിടിച്ചിറക്കണോ അവനെ? ഇങ്ങോട്ട് ഇറങ്ങടാ. ഇറങ്ങടാ ഇങ്ങോട്ട്. എന്താ കേറാ ഇത്. നടക്കടാ അങ്ങോട്ട്. പിടിച്ച് കേറ്റാ. എന്താ കാര്യം എന്ന് പറ. നടക്കടാ അങ്ങോട്ട്. നിനക്ക് വാറന്റ് വേണം അല്ലടാ? സർ അറ്റ്ലീസ്റ്റ് എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്തെന്നെങ്കിലും പറ. നിനക്ക് കൊണ്ടൊന്നും പോരാടാ. സാറേ ഇതെന്റെ അവകാശം. എന്ത് കംപ്ലൈന്റിന്റെ പുറത്താ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയണം. ആരാണ് കംപ്ലൈന്റ് ചെയ്തതെന്ന് എനിക്കറിയണം. എന്നാ നിനക്കും കാണിച്ചു തന്നേക്കാം. ഇതാണ് നിനക്കെതിരെ കിട്ടിയ റിട്ടേൺ കംപ്ലൈന്റ്. എനിക്കതൊന്ന് വായിച്ചു നോക്കണം. സൗകര്യപ്പെടില്ല. നീ പോയിട്ടെ മനുഷ്യാവകാശ കമ്മീഷനിൽ കംപ്ലൈന്റ് കൊടുക്ക്. അങ്ങനെ വല്ല കേസും ആവുകയാണെങ്കിൽ ഞാൻ എന്റെ തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരുന്നോളാം. സർ ദയവ് ഇത് പറയണം. എനിക്കെതിരെയുള്ള കംപ്ലൈന്റ് ആരാ തന്നത്? ഞാനാ കൊടുത്തത്. ദീപക്. അതേടാ, ഞാൻ തന്നെയാ കംപ്ലൈന്റ് കൊടുത്തത്. എനിക്ക് നിന്നെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. നിയമത്തിന്റെ ഒരു സഹായം ഇരിക്കട്ടെ എന്ന് കരുതി. അതാവുമ്പോ ആരും കുറ്റം പറയില്ലല്ലോ. ദീപകെ നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതേടാ, നിനക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് ആവശ്യമുള്ള പ്രശ്നങ്ങളാ. സാറേ, എനിക്ക് ഇവരോട് മാത്രമേ ഒന്ന് സംസാരിക്കണം. വാ പുറത്തോട്ടേക്ക്. എന്റെ എത്ര നാളത്തെ സ്വപ്നങ്ങളാ നീ ഒറ്റ ദിവസം കൂടെ തകർത്തെറിഞ്ഞെന്നറിയോ? ആ നിന്നെ ഞാൻ സുഖിച്ച് ജീവിക്കാൻ വിടുന്നു കരുതിയോ? എടാ, നിന്റെ വെറും വ്യാമോഹം മാത്രമായിരുന്നു അത്. നിന്നെ ഞാൻ വിടില്ല. ജീവിതകാലം മുഴുവനും നിന്റെ പുറകെ തന്നെ ഉണ്ടാവും ഞാൻ. മനസ്സിലായോ? നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂടാ. നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിട്ടേ വിടൂ. ദീപകെ വേണ്ട. അയ്യോ, ദയനീയത കൊള്ളാം. നല്ല രസമുണ്ട് കാണാൻ. എടാ, ഒന്നുകൂടെ പറഞ്ഞേ. പറ പറടാ. ദൈവം ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴാ ബോധ്യമായത്. എന്നെ നീ എവിടെയെല്ലാം നാണം കെടുത്താൻ നോക്കിയ. അമ്മാവന്റെ മുന്നിലും പലവട്ടം, ഋതികയുടെ മുന്നിലും പലവട്ടം. അങ്ങനെ എത്ര അവസരം നിനക്ക് എന്നെ നാറ്റിക്കാൻ കിട്ടിയോ അന്നെല്ലാം നീ എന്നെ നാറ്റിച്ചു. എന്റെ ജീവിതം നീ വഴിമുട്ടിച്ചു. നിന്നെ എന്നെങ്കിലും എന്റെ വാക്കിന് കിട്ടുമ്പോ തിരിച്ചു തരാനായിട്ട് ഓങ്ങി നിൽക്കുമായിരുന്നു ഞാൻ. എന്തോ നിന്റെ സമയദോഷത്തിനും എന്റെ നല്ല സമയത്തിനും നീ എന്റെ കൈ തന്നെ വന്ന് കയറി. അങ്ങനെ വന്നു കയറി നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലടാ, വീട്ടില്ല ഞാൻ. വിട്ടാൽ എന്നെ പോലൊരു മണ്ടൻ വേറെ കാണില്ല. ഇനി എന്തായാലും അടുത്തിടെ ഒന്നും നിനക്ക് പുറത്തു വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, ഇത് മഞ്ജു മാഡത്തിന്റെ ഫ്രണ്ട് അല്ലേ? രാജു, വർമ്മ സാറിന്റെ PA. ഹലോ, ഋതിക മാഡം അല്ലേ? അതെ. മാഡം, ഞാൻ സ്റ്റേഷനിൽ നിന്നാ. മാഡത്തിന്റെ ഹസ്ബൻഡിനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. രാജുനെയോ? അതെ മാഡം. ഞാൻ ഇപ്പൊ വരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആഹാ, വന്നല്ലോ വനമാല. സർ, രാജുനെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ആരും പറഞ്ഞ് അറസ്റ്റ് ചെയ്തു? ആരവരെ വിളിച്ചറിയിച്ചത്? രേവതി, നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത് സർക്കാരാണോ അതോ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്നാണോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ചറിയിച്ചാ
സസ്പെൻഷൻ വാങ്ങിച്ച് വീട്ടിൽ ഇരിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഓക്കോ. മാഡത്തിന് എന്താ വേണ്ടത്? രാജു എവിടെ? വരണം. ആ, ഈ രാജു എന്ന് പറയുന്ന ആള് ഇതാ അകത്തേക്കുന്ന ആളാണെന്ന് നോക്കിയേ. രാജു, ഋതിക മേഡം, രാജു എന്തിനാ രാജുനെ അറസ്റ്റ് ചെയ്തത്? എനിക്കറിയില്ല മേഡം. മാഡോ? അത് കൊള്ളാലോ. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാ ഭാര്യയെ പേരോ അല്ലെങ്കിൽ എടി ബോഡി എന്നൊക്കെയാ വിളിക്കാറ്. ഇതൊരുമാതിരി പെൺകോന്തനെ പോലെ. മാഡം സർ, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കയറി കമന്റ് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല.